ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേട്ടെ? ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണോ? അല്ലല്ല, നിങ്ങൾ എന്താ പറഞ്ഞ? ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്താ കുഴപ്പം? ഇത് എന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനെ ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ആദ്യമായി ലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നമുക്ക് എല്ലാവർക്കും ആ ഒരു കമന്റ് ചെയ്ത് നമ്മൾ സല്യൂട്ട് കൊടുക്കാം. ആ ഒരു നട്ടല്ലോടെ ഒരു പെണ്ണ് പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരിക്കലും ഈ ലെസ്ബിയനെ അംഗീകരിക്കില്ല, സ്വർഗാനുരാഗി ഞാൻ അംഗീകരിക്കില്ല, ഞാനൊരു മാതാവാണെന്ന് നട്ടല്ലോടെ ചങ്കുറപ്പോടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായാലും കുഴപ്പമില്ല, ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളൊക്കെ അതിനെ അംഗീകരിക്കുന്നില്ല. ഇവരുകളൊക്കെ പൈസ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യുന്ന തിന്മകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഇവർക്കറിയില്ലല്ലോ എന്താണ് അവൾ പറഞ്ഞത്. നാളെ മനസ്സിലാവും. അവരുടെ മക്കൾ, അവിടെ ഇരുന്നില്ല ആൾക്കാരുടെ മക്കള് നാളെ പുരുഷനെ സ്നേഹിക്കാൻ പോകും. നിങ്ങളെ ബലവെക്കാതെ, നിങ്ങളെ മാതാപിതാക്കളെ, നിങ്ങളെ പെങ്ങന്മാരല്ല, നിങ്ങളൊന്നും ബലവെക്കാതെ നിങ്ങളുടെ മക്കൾ നാളെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് പോയാൽ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ കരയും. അപ്പോഴാണ് ഇന്ന് ലക്ഷ്മി എന്താണ് പറഞ്ഞെന്ന വില നിങ്ങൾക്ക് മനസ്സിലാവും. നൂറയും ആദിലയുടെയും ഉമ്മയും ഉപ്പയുടെ കണ്ണീരിന്റെ വില അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ പോവുക. പിന്നെ ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഒരാൾ വലിയ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നു, ഞാൻ എന്റെ വീട്ടിലേക്ക് കയറ്റും വീട്ടിലേക്ക് എന്ന് തന്റെ ഇടത്തോടെ പറയുന്ന കംപ്ലീറ്റ് ആക്ടർ നാണമില്ല ഇങ്ങനെ പറയാൻ? ഇതാണ് വലിയൊരു കംപ്ലീറ്റ് ആക്ടർ. ബിഗ് ബോസ് തന്നെ വലിയൊരു മരമണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ മണ്ടത്തരമാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരമണ്ടത്തരമാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇതുപോലുള്ള ലെസ്ബിയൻ കപ്പിൾസിനെ അംഗീകരിക്കുമ്പോൾ നാളെ ഇതേപോലെ പെണ്ണിനെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ പുരുഷനെ കല്യാണം കഴിക്കും. പോപ്പുലാരിറ്റിക്ക് വേണ്ടി എനിക്കും ബിഗ് ബോസിൽ കയറാം, ഞങ്ങളെ വീട്ടിൽ സ്വീകരിക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മയും ഉപ്പയും തള്ളിപ്പറഞ്ഞ് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി നാളെ പുതിയ തലമുറ വളരില്ലേ? അതല്ലേ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? നിങ്ങൾ പൈസക്ക് വേണ്ടി ഇത്ര കൂതറയാവാൻ പാടില്ല. എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ ജനങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്? ഒരിക്കലും ഇതുപോലുള്ള തിന്മയെ പ്രൊമോട്ട് ചെയ്യാം. സിനിമ തന്നെ ഒരു തിന്മയാണ്, അതിനേക്കാൾ വലിയ തിന്മയാണ്. കാരണം ഈ രണ്ട് പെൺകുട്ടികൾ, ആദില നൂറ്, രണ്ട് പെൺകുട്ടികളുടെയും മാതാപിതാക്കളെ എന്നും ഇവർ പരസ്യമായി എല്ലാ ഓപ്പൺ സ്റ്റേജിലും എന്തോ ഒരു ഭീകരജീവിയായിട്ടാണ് അവർ പറയുന്നത്. 18 വർഷം പോറ്റി വലുതാക്കിയ ആ നൂറ തന്നെ പറയുന്നുണ്ട്, എന്റെ ഉപ്പ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, സൗദിയിൽ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു, എന്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് ഇട്ടിരുന്നത്, 3 അബോർഷൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് പ്രസവം നൽകിയത്, അതുപോലെ തന്നെ എന്നെ വളരെ സ്നേഹിക്കുന്നതായിരുന്നു, ഞാൻ പരീക്ഷയിൽ തോറ്റാൽ ഒരു കുറ്റം പറയുന്നില്ല, ഞാൻ നല്ല നിലയ്ക്ക് എത്താനുണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്ന അതേ നൂറ് തന്നെയാണ് ഉപ്പയെ ഭീകരജീവിയായി പറയുന്നത്. കാരണം ഇന്നലെ കണ്ട ഏതോ ഒരു പെൺകുട്ടിയുടെ ചാറ്റിംഗിൽ വീണ് നമ്മൾ കല്യാണം കഴിക്കാൻ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ ആ തിന്മയിലേക്ക് ചാടി ഉമ്മയും ഉപ്പനും വില കൊടുക്കാതെ ആ പെൺകുട്ടിയുടെ വാക്കും കേട്ട് പോയി ഉമ്മയിപ്പം വേണ്ട മോളെ, അത് തിന്മയാണ്, അത് നമ്മുടെ ദീനിന്, നമ്മളെ കമ്മ്യൂണിറ്റിക്ക് പോലും അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന വലിയൊരു തിന്മയാണ് എന്ന് പറഞ്ഞ് അതൊന്നും കേൾക്കാതെ ഓടിപ്പോയ ഈ രണ്ട് കപ്പിൾസിനെയാണ് ബിഗ് ബോസ് വലിയനാണ് എല്ലാ ആൾക്കാരും വോട്ട് ചെയ്യുന്നതും അംഗീകരിക്കുന്നതും വീട്ടിൽ കയറ്റാനൊക്കെ പറയുന്നത്. ഒരിക്കലും ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ലക്ഷ്മി